കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. മലരിൻ നീതളിൽ തൂമഞ്ഞു പോലെ കരതാരിണീശോ തിരുവോസ്തിയിൽ. മലരിൻ നീതളിൽ തൂമഞ്ഞു പോലെ കരതാരിണീശോ തിരുവോസ്തിയിൽ. ഹൃദയം സുന്ദരാ കൊതിയോടെ നിൽക്കൂ, സദയം വരൂനി ആത്മനാഥ, സദയം വരൂനി ആത്മനാഥ. നീ വരൂ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ, നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ,
ഉടമ്പടി ധ്യാനത്തിൻ്റെ പ്രധാന ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആരാധന അനുഭവമാകാനും ഉടമ്പടിക്ക് ദൈവം നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ 8810 വാഗ്ദാനങ്ങൾ, അത് വ്യത്യസ്തമായ കാലാവസ്ഥകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സാന്ത്വനത്തിനും ശക്തീകരണത്തിനും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സ്നേഹമാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഇവിടെ വഴി നടത്തുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേകാ സ്നേഹരാജാവേ എന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേകാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ സഹകാരികൾ ബൈബിള് റെഫറൻസിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഉടമ്പടിയും അതിൻ്റെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട പങ്കാളിയും അയാളുടെ സഹകാരികളും. അപ്പോൾ നമ്മുടെ ഉടമ്പടി അങ്ങനെയല്ലേ പോണത് കുടുംബങ്ങളിൽ. ഇപ്പോൾ ILTS ഒക്കെ എടുക്കാൻ പറഞ്ഞ കുഞ്ഞുങ്ങൾ, ഇപ്പം ഞാൻ ആരോട് ചോദിക്കുമ്പോൾ പറയും ആരാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിക്കുമ്പോൾ പറയും അമ്മയാണ് എടുത്തതെന്ന് പറയും, അല്ലേ? ഇപ്പോൾ ഭർത്താവിന് വേണ്ടി ചിലപ്പോൾ ഭാര്യ എടുക്കും, ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് എടുക്കുന്ന കേസ് നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതാണ്. അതാണ് ഉടമ്പടിയുടെ സഹകാരികളെന്ന് പറയുന്നത്. പക്ഷേ ആ ഉടമ്പടി ആരാണ് ഉടമ്പടി ചെയ്യണത്, അയാളുമായിട്ടാണ് ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാക്ഷനും. ഇയാൾക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ പങ്കാണ് സഹകാരിക്ക് കിട്ടണത്. എബ്രാഹത്തിൻ്റെ ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. അവിടെയാണ് വിഷയം, കുഴപ്പമാണത്. എബ്രാഹാം ലോത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ്. ഒറ്റയ്ക്ക് പോരണ്ട, അവനെ കുറച്ച് ഊർ ദേശത്ത് കുറച്ച് ജീവിതം, സാമൂഹ്യ ജീവിതം മനുഷ്യത്വരഹിതമാകുകയും വിഗ്രഹാരം വർദ്ധിക്കുകയും ചെയ്തപ്പോൾ എബ്രാഹത്തിൻ്റെ മനസ്സിലെപ്പോഴും ഒരു ദൈവവിളി ഉണ്ടായിരുന്നു. ദിസ് ഈസ് നോട്ട് ദ ട്രൂ ഗോഡ്, ഇതല്ല സത്യമായ ദൈവം. സത്യമായ ദൈവം മനസ്സിൽ അവനെ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് കൊണ്ട് അവൻ ആ ദിശ അനുധാവനം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാതെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് പോയി. എബ്രാഹത്തിന് വന്ന ആദ്യത്തെ പരാജയമാണത്. ലോത്തിനെ വിളിച്ചുകൊണ്ട് കൂടെ പോയത്. എബ്രാഹത്തിന് വന്ന രണ്ടാമത്തെ പരാജയമാണ് ഹാഗറിനെ പ്രാപിച്ചത്. അതുകൊണ്ട് തന്നെ എബ്രാഹാം പലപ്പോഴും പൗലോസിൻ്റെ ഭാഷയിൽ വിശ്വാസത്തിൻ്റെ പിതാവാണെങ്കിലും നമ്മൾ പരിശുദ്ധ അമ്മയുടെ റെഫറൻസിൽ വരുമ്പോൾ എബ്രാഹത്തിന് മാർക്ക് കുറഞ്ഞു വരും. എബ്രാഹാം നമ്മുടെ ഈ കാലഘട്ടങ്ങളിലെ മോഡലല്ലാതായി വരും. കാര്യം എബ്രാഹാം തിന്മയോട് സഹകരിച്ചു എന്നുള്ളതാണ് പ്രശ്നം. എന്താ കാര്യം? തിന്മയോട് സഹകരിച്ചു എന്ന് പറയാൻ കാര്യം എന്താണ്? ലോത്ത് ഇളയപ്പൻ്റെ ചിറ്റപ്പൻ്റെ മകനാണ്. അവനെ കൊണ്ടുപോകുന്നപ്പോൾ അവൻ ദൈവവുമായിട്ട് അവന് സഹകരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു ലോത്ത് ഒരിക്കലും അങ്ങനെ ആയിട്ടില്ല. ലോത്തിൻ്റെ വഴിയാണ്. ഇപ്പോൾ യേശാവിൻ്റെ വഴി, യാക്കോബിൻ്റെ വഴിയെങ്കിലും യേശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ സ്നേഹിച്ചു എന്നുള്ള സത്യമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. The word of God. ശ്രുതികട്ടെ ഹല്ലേലൂയ. സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാഴാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ വെൺശോഭയേകാ. പറഞ്ഞോളൂ. റോമ
9:13. റോമ 9:13. യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. എന്ന് പറഞ്ഞു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു, ഏസാവിനെ ആകട്ടെ ഞാൻ വെറുത്തു എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത്. അതാണ് ഒരു വിഷയം. ഒരു വീട്ടിൽ ചേട്ടനും അനിയനുമാണ്, പക്ഷെ ഒരാൾ വെറുക്കപ്പെട്ടു പോകുന്നു. ഇറ്റ്സ് എ ട്രാജഡി. വെറുക്കപ്പെട്ടവനായി മാറുന്ന ഒരാൾ. വൈ? ഉടമ്പടി എടുത്തിരിക്കുന്നവരും ഉടമ്പടി ആനുകൂല്യം പ്രാപിക്കുന്നവരും ആത്മശോധന ചെയ്യണം. ഞാൻ ഏതെങ്കിലും കാരണവശാൽ ദൈവത്താൽ വെറുക്കപ്പെട്ടവനാണോ? അങ്ങനെയാണെങ്കിൽ എന്താ പ്രശ്നം? അനുഭവിക്കാൻ യോഗ്യത ഉണ്ടാകത്തില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം കർത്താവേ. മത്തായി 12:30. എന്നോട് കൂടെ അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അതായത് ടേക്ക് ദ റെഫറൻസ് മത്തായി 12:30. മത്തായി 12:30. എന്നോട് ഏറ്റു പറഞ്ഞ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പൊ എന്താണ് എൻ്റെ സഹോദരനെ മനസ്സിലാക്കുന്നത്? കർത്താവിൻ്റെ കൂടെ അല്ലാതെ ശേഖരിക്കാൻ പറ്റുമെന്ന്. വി ക്യാൻ ഹാർവെസ്റ്റ് ഇൻ ദ ആബ്സൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ നമുക്ക് കൊയ്ത് കൂട്ടാൻ പറ്റും. പക്ഷെ എന്താ പ്രോബ്ലം? അനുഭവിക്കാൻ യോഗ്യതയുണ്ടാകത്തില്ല. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ ടു ലോത്ത്. എന്തുകൊണ്ടാണ് ഈ അനുഭവിക്കാൻ യോഗ്യതയില്ലാതെ ലോത്തിന് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ലോത്ത് എപ്പോഴും തിന്മയുടെ ശക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്ന. ഇത് ഭയങ്കര സീരിയസ് വിഷയമാണ്. നമ്മൾ ഉടമ്പടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും ഒരു വേർപാടിൻ്റെ ജീവിതമാണ്. ദൈവത്തിന് നിരക്കാത്ത സ്വഭാവങ്ങളുള്ള പെരുമാറ്റങ്ങളുള്ള വ്യക്തികളുമായിട്ട് സൂക്ഷിച്ച് പെരുമാറണം. ചിലപ്പോൾ നിങ്ങളുടെ നാത്തൂനാകാം, അമ്മയാകാം, അയൽവാസിയാകാം, നിങ്ങളുടെ പാർട്ട്ണറാകാം. നിങ്ങൾക്ക് അവരോട് സഹകരിക്കാം, മാനുഷികമായ രീതിയിൽ സഹകരിക്കാം. പക്ഷേ ആ സഹകരണത്തിൻ്റെ പേരിൽ യു മസ്റ്റ് നോട്ട് ലോസ്റ്റ് യുവർ ഗ്രേസ്. അതൊരു പ്രിക്കോഷൻ ഉണ്ടാകണം. നിന്റെ കൃപ നഷ്ടപ്പെടാൻ പാടില്ല. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിന്മയുടെ സാഹചര്യങ്ങളെ വേഗപൂർവ്വം നിർത്തുപേക്ഷിച്ചു മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യനായകനേ, വരൂ എന്നുള്ളം കാത്തിരിപ്പൂ. സന്തോഷത്തോടെ പാടിക്കേ. കാരുണ്യനായകനേ, വരൂ എന്നുള്ളം കാത്തിരിപ്പൂ. പൊന്തുമന്ദഹാസമുമാ വിണ്ണിൻ വാതിൽ തുറന്നു വരൂ. എബ്രാഹിം കാനാൻ ദേശത്ത് താമസിച്ചപ്പോഴേ ലോത്ത് കൂടാരമടിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടതാണത്. എന്താണ്? ലോത്ത് തൻ്റെ കൂടാരം സോദോം വരെ നീട്ടിയടിച്ചെന്ന്. സോദോമിലെ ആൾക്കാരെ സ്വർഗഭോഗികളും ഗേസെക്സ് ഉള്ളവരും പലതരത്തിലുള്ള മ്ലേച്ഛ ജീവിതമുള്ളവരുമാണ്. അവരുമായിട്ട് ലോത്ത് സഹകരിച്ചു എന്നാണ് പറയുന്നത്. ഉടമ്പടിയുടെ സഹകാരിയായിരുന്നു ലോത്ത്. എബ്രാഹത്തിൻ്റെ അത്രയും വസ്തുവകകളെല്ലാം ലോത്തിന് കിട്ടിയതാണ്. പക്ഷെ നമ്മളിപ്പോൾ ചെല്ലുമ്പോൾ ലോത്തിൻ്റെ ഓഹരി ജോർദാനാണ്. നോക്കിക്കേ, എബ്രാഹത്തിൻ്റെ ഓഹരി കാനാൻ ദേശമാണ്. ജോർദാനും കാനാൻ ദേശത്തിനും ഇടക്കൂടി ഞാനൊരു ദിവസം ഇസ്രയേലിൽ പോയപ്പോഴേ എനിക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായി. സത്യം പറഞ്ഞാൽ ജോർദാൻ നദി ഇങ്ങനെ കിടക്കുകയാണ്, ഒരു ചെറിയൊരു ചെരുവിൽ കിടക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള ജോർദാനിലേക്കാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇസ്രയേൽ ഇത്തിരി പൊങ്ങിയതാണ്, വെള്ളം അപ്പം അധികം കയറത്തില്ല. പക്ഷേ ആ സ്ഥലമാണ് എബ്രാഹിം തിരഞ്ഞെടുത്തത്.
ലോത്ത് കുറച്ചുകൂടി ഫലപുഷ്ടമായ സ്ഥലം നോക്കി എടുത്തത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ എത്ര ഫലപുഷ്ടമായ ബുദ്ധി കൊണ്ട് ആയോജിച്ച് തിരഞ്ഞെടുത്താലും എല്ലാ ഫലപുഷ്ടിയും അനുഭവിക്കാൻ യോഗ്യമാകുന്നത് ഒറ്റ കണ്ടീഷൻ കൊണ്ടാണ്. വാഗ്ദാനം പ്രാപിക്കാൻ പറ്റിയ അടിസ്ഥാന യോഗ്യത വിശ്വാസം കൊണ്ട്. കൈയിട്ടിച്ച് കർത്താൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ. കുമ്പിടുന്നു ഞങ്ങളിതാ ദിവ്യനായക സവിതേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. ഉൽപ്പത്തി 13:9-10 തിരുവചനങ്ങൾ. ഉൽപ്പത്തി 13:9-10. അബ്രാം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലഹമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരന്മാരാണ്. ഇതാ ദേശമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ പിരിഞ്ഞു പോവുക. ഇടതുഭാഗമാണ് നിനക്ക് വേണ്ടതെങ്കിൽ ഞാൻ വലത്തേക്ക് പൊയ്ക്കൊള്ളാം, വലതുഭാഗമാണ് നിനക്കിഷ്ടമെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊയ്ക്കൊള്ളാം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണെന്ന് ലോത്ത് കണ്ടു. ഒന്ന് പറഞ്ഞ ജോർദാൻ സമതലം മുഴുവൻ. ജോർദാൻ സമതലം മുഴുവൻ ഫലപുഷ്ടിയുള്ള സ്ഥലമാണെന്ന് ലോത്ത് കണ്ടു. അപ്പോൾ അന്ന് ഫലപുഷ്ടി ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് ലോത്ത് പോയത് ഓപ്ഷൻ വന്നപ്പോഴേ. പക്ഷേ ഒരു ലോത്തും എബ്രാഹും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കർത്താവ് വിശ്വാസത്തിന് മറുപടി പറഞ്ഞു. എബ്രാഹാം വിശ്വാസത്തിലാണ് സഞ്ചരിക്കുന്നത്, മറ്റുള്ളൊരു വസ്തുതകളിലാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന് വസ്തുത. ഇപ്പം നിന്നെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ ഇപ്പം ഗതി ഉണ്ടാകത്തില്ല. പക്ഷെ നീ വിചാരിക്കുന്നു എൻ്റെ കർത്താവാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്, ഞാൻ മൂലം തന്നെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും എന്ന് നീ ചിന്തിച്ചാൽ അന്ന് മുതൽ കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കും. കൈയിട്ടിച്ച് കർത്താവ് വചനങ്ങളിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ ഭൂമിക്ക് ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അബ്രാഹത്തിലൂടെ അരുളി ചെയ്ത വചനങ്ങൾ ഉരുവിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെയും ഒരു അനുഗ്രഹമായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതായത് എന്താണ് വിശ്വാസം? അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ട ഒരു സത്യമുണ്ട്. ഇപ്പോൾ എബ്രാഹത്തിന് വിശ്വാസമുണ്ട്, ലോത്തിന് വിശ്വാസം ഇല്ല. വിശ്വാസമില്ലാത്തവൻ വസ്തുതകളാണ് നോക്കുന്നത്. വിശ്വാസമുള്ളവൻ തന്നെ വിശ്വാസത്തിലേക്ക് വിളിച്ച ദൈവത്തിൻ്റെ മനസ്സോർക്കും. കൈ ഇടിച്ചു കിടത്താൻ പാട്. തേടിയിടുന്ന സ്നേഹമേ നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ
ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുളുക്കിടം ചൂടിയവനെ പരിശുദ്ധപരമേ ദിവ്യകാരുണ്യമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി മഹത്വപൂർണ്ണനായി ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കൈ നെഞ്ചുകൊണ്ട് സ്തുതിക്കേണ്ട സമയമാണ്. അച്ഛന് ഓരോ ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള ഓരോ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി, കർത്താവ് നിന്നെ തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന വലത് കരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ അസ്ഥിക്കുഴകളിലും അസ്ഥികളിലും അസ്ഥിമജ്ജകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ആന്തരികമായിട്ടുള്ള ഓരോ വൃക്കകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ഹൃദയത്തിലും ചങ്കിലും ശ്വാസകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ആമാശയത്തിലും അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള നിൻ്റെ ഗർഭപാത്രത്തിലും അതുപോലെ തന്നെ എല്ലാവിധ കോശങ്ങളിലും എല്ലാ ഗ്രന്ഥികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. വാതരോഗങ്ങൾ, മാരക രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അതുപോലെ തന്നെ അപസ്മാ രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, ന്യൂറോട്ടിക് ട്രബിൾസ്, കർത്താവ് എല്ലാ തരത്തിലും കർത്താവ് ഒരു കാരണവശാലും സൗഖ്യപ്പെടാനാവാത്ത രീതിയിലുള്ള എല്ലാ രോഗങ്ങളും, ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഇമ്മ്യൂണിൻ രോഗങ്ങൾ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും പ്രതിരോധ ശേഷിയെ ശോഷിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവിധ മാരക രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭിണികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗർഭത്തെ ശിശുക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ഇപ്പോൾ ആശുപത്രി കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവിൻ്റെ വലിയ ആശീർവാദം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ വാങ്ങിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള്, നമ്മളിപ്പോൾ അലട്ടുന്ന ജീവിത വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ